വെള്ളാപ്പള്ളി നടേശൻ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ പേരെടുത്ത് വിമർശിക്കുകയുണ്ടായി. പലപ്പോഴും അദ്ദേഹം വിമർശനം നടത്തുന്നത് മുസ്ലിങ്ങൾ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇപ്പോൾ കാന്തപുരത്തിൻ്റെ പേരെടുത്ത് പറയുന്നു. അപ്പോൾ ഇതിങ്ങനെ ഇപ്പോൾ പറയാനുള്ള സാഹചര്യം എന്തായിരിക്കും? ഷിബിലി, വളരെ കൃത്യമായിട്ടുള്ളൊരു ചോദ്യമാണത്. കാരണം ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ എന്തിനാണ് കാന്തപുരമൊക്കെ എന്ത് കുന്തം പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയത്. യഥാർത്ഥത്തിൽ കാന്തപുരത്തിന് എന്തിനാണ് വെള്ളാപ്പള്ളി നടേശൻ കുറ്റം പറയുന്നത് എന്നുള്ളത് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പം ശരിക്കും സമസ്തയെ കുറ്റം പറയാം. കാരണം സ്കൂൾ ടൈമിംഗ് മാറ്റാൻ അവർ സമ്മതിക്കുന്നില്ല, അവരുമായി ചർച്ച നടത്തണം എന്ന് പറയുന്നതിന് സമസ്തയെ കുറ്റം പറയാം. പക്ഷേ കാന്തപുരത്തെ അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ സന്ദർഭത്തിൽ ഇപ്പോൾ കുറ്റം പറയുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ മറ്റൊരു പേര് കൂടി എടുത്ത് നോക്കേണ്ടി വരും. എന്തുകൊണ്ടാണ് വേടൻ്റെ പാട്ട് സിലബസിൽ നിന്ന് മാറ്റണമെന്ന് ആളുകൾ ആവശ്യപ്പെട്ടത്? ഇത് രണ്ടും തമ്മിൽ സാമ്യമുണ്ട്, വേടനും കാന്തപുരവും തമ്മിൽ. കാരണം വേടൻ ഈ ഹിന്ദുക്കളെ എല്ലാം തന്നെ, അതായത് നമ്പൂതിരി മുതൽ നായടി വരെയുള്ള ആ ഹിന്ദുക്കളെ എല്ലാം തന്നെ ഏകീകരിക്കുകയും അവർക്കെല്ലാം ഒരു മതമാണ്, ആ മതം നമ്മളെ ഒരുമിച്ചാണ് എന്നുള്ളതൊക്കെ ഒരുമിച്ച് നിൽക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഈ മതത്തിൽ തന്നെയുള്ള വരേണ്യവർഗം എന്ന് വിളിക്കാവുന്ന സോക്കോൾഡ് ബ്രാഹ്മണരും നായന്മാരും ഒക്കെ ഈ പറയുന്ന SC/ST-കളുടെയും ഷെഡ്യൂൾഡ് ട്രൈബുകളുടെയും ഷെഡ്യൂൾഡ് കാസ്റ്റുകളുടെയും ഈഴവ പിന്നോക്ക വിഭാഗങ്ങളുടെയും ഒക്കെ സ്ഥാനങ്ങളും തട്ടിയെടുക്കുകയായിരുന്നു എന്നും അവരെ വഴി നടക്കാൻ സമ്മതിക്കാതിരിക്കുകയായിരുന്നു എന്നും അവരോട് ഇപ്പോഴും ഉച്ചനീതത്വവും ഒരു മോശപ്പെട്ട ആളുകളുമായി കാണുന്നത് ഈ പറയുന്ന ഹിന്ദുവിൽ തന്നെയുള്ള ഒരു ബ്രാഹ്മണിക്കൽ മനോഭാവമുള്ള ആളുകളാണെന്നും ഒക്കെ കൃത്യമായി നമ്മളോട് വിളിച്ചു പറയുകയും ആ പദ്ധതിയെ തന്നെ തകർക്കുകയും ചെയ്ത ഒരാളാണ് വേടൻ എന്ന് പറയുന്നത്. അപ്പം അതേപോലെ തന്നെ ഇപ്പോഴും അവരുടെ ഏറ്റവും അവസാനത്തെ ആയുധം തകർത്ത് കളഞ്ഞത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരാണ്. കാരണം എന്താണ്? നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട് ഞാൻ കണ്ട അബ്ദുൾ റഹീം തടവിലായപ്പോൾ, സൗദി അറേബ്യയിൽ തടവിലായപ്പോൾ 36 കോടി പിടിച്ചെടുക്കാനുള്ളണ്ടായി. പക്ഷെ അത്തരത്തിൽ ഇവിടെ നിന്ന് 1 കോടി പോലും പിടിക്കാൻ നിമിഷപ്രിയയ്ക്ക് വേണ്ടി ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കാസയും അതുപോലെ തന്നെ മറ്റ് ഈ പറയുന്ന റൈറ്റ് വിങ് ഹിന്ദുത്വ അജണ്ടയുള്ള ശ്രീത് പണിക്കർ മുതലുള്ള ആളുകളൊക്കെ തന്നെ പുറത്തേക്ക് വന്നത്. അപ്പൊ അത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ പുറത്തേക്ക് വരികയും പലപ്പോഴും ഈ പറയുന്ന ശ്രീത് പണിക്കർ ഈ കാര്യം പറഞ്ഞിട്ടില്ല കേട്ടോ, അതായത് ഇവർക്ക് വേണ്ടി പിരിക്കാൻ ആരുമില്ലെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും അത്തരത്തിലുള്ള ഒരു മനോഭാവമുള്ള ആളുകളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു നറേറ്റീവ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഷിബിലി ഒന്ന് ആലോചിച്ച് നോക്കണം, കാന്തപുരം അബൂബക്കർ വന്ന് നിമിഷപ്രിയയ്ക്ക് വേണ്ടി യമനിൽ ഇടപെടുന്നതും അത് ഒക്കെ പകുതി ഒരു ഭാഗികമായി വിജയം കാണുന്നത്, പൂർണ്ണമായി വിജയം എന്ന് നമ്മൾ പറയില്ല, പക്ഷെ വധശേഷം എന്തായാലും നീട്ടിവെക്കാൻ തീരുമാനിക്കുന്നു. അപ്പം അങ്ങനെ നീട്ടിവെക്കാൻ തീരുമാനിക്കുമ്പോൾ ഇവരുടെ യഥാർത്ഥത്തിലുള്ള ഒരു ആയുധമാണ് നഷ്ടപ്പെട്ടത്. കാരണം കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ വന്ന് 94 വയസ്സുള്ള അദ്ദേഹം വന്ന് ഇതിനകത്ത് ഇടപെടുന്നു, ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വധശിക്ഷ നീട്ടിവെക്കാൻ വേണ്ടി ഇടപെടുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സൂഫി വര്യനായിട്ടുള്ള ഒരു സുഹൃത്ത് അവിടെ വലിയ തോതിൽ നടപടികൾ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ആയുധം, അതായത് ഇവരുടെ ഒരു ആയുധം, ഒരു ബോംബ് ഡിഫ്യൂസ് ചെയ്യപ്പെട്ടതിൻ്റെ സങ്കടത്തിലാണ് കാന്തപുരത്തെ കുറ്റം പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇവരുടെ പല ആളുകളെ കൊണ്ട്, ഇപ്പോൾ PC ജോർജിനെ കൊണ്ട്, വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട്, മറ്റു പല ആളുകളെ കൊണ്ട്, ഇപ്പോൾ NR മധുവിനെ കൊണ്ട്, ശശികലയെ കൊണ്ട്, അതുപോലെ തന്നെ മറ്റേ ഹിന്ദു ഐക്യവേദിയുടെ RV ബാബുവിനെ കൊണ്ട്, ഇത്തരം ആളുകളെ കൊണ്ടെല്ലാം പലതും പറയിപ്പിക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. അത് വളരെ കൃത്യമായ ഒരു പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ നടന്നു പോകുന്നതാണ്. അപ്പോൾ ആ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ നടന്നു പോകുന്ന പ്ലാനുകളിൽ ഇടക്കുണ്ടാകുന്ന ഒരു ഇതുപോലെ ഇവരുടെ കയ്യിലിരിക്കുന്ന ഒരു ആയുധം, അത് ഡിഫ്യൂസ് ചെയ്യപ്പെട്ട ഒരു ബോംബ് ഡിഫ്യൂസ് ചെയ്യപ്പെട്ടതിൻ്റെ സങ്കടത്തിൽ നേരെ ഒറ്റടിക്ക് എന്ത് ചെയ്യാണ്? കാന്തപുരത്തെ കുറ്റം പറയാണ്. ഇതേ കാര്യം തന്നെയാണ് വേടൻ്റെ കാര്യത്തിൽ. വേടനെ NIA അന്വേഷിക്കണമെന്ന് പറഞ്ഞ് കേസിന് പോയത് മിനി കൃഷ്ണകുമാറാണ്. പരാതി കൊടുത്തത് മിനി കൃഷ്ണകുമാറാണ്. നമുക്കറിയാലോ വേടൻ്റെ കേസിൽ NR മധു എന്ന് പറയുന്ന അദ്ദേഹമാണ് കുണ്ട്രയിൽ നിന്നിട്ട് വലിയ പ്രസംഗം നടത്തിയത്. ഇദ്ദേഹം ജാതി ഭീകരവാദിയാണ് എന്ന് പറഞ്ഞ് പ്രസംഗം നടത്തിയ കഥയാണ്. എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവരുടെ എതിരെ വരുന്ന, അവരുടെ ആയുധങ്ങളെയും അവരുടെ പദ്ധതികളെയും തകർക്കാൻ വരുന്ന ആളുകളായിട്ടാണ് ഈ പറയുന്ന വേടനെയും കാന്തപുരത്തേക്ക് കാണുന്നത്. അതുകൊണ്ടാണ് കാന്തപുരത്തെ ഇപ്പോൾ ഇവർ വലിയ തോതിൽ വിമർശിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ നിമിഷപ്രിയ പോലും ശിക്ഷിക്കപ്പെടേണ്ട ഒരാളാണ് എന്നുള്ള നെറേറ്റീവിലേക്കുമൊക്കെ ഇവർ വരുന്നത്. അതുകൊണ്ടാണ്, അല്ലാതെ ഇതിൻ്റെ അകത്തും വാസ്തവം ഇവർക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. അതാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള കാരണം. സർ, ഇവരിപ്പോൾ അടിക്കടി ഒരു പ്രസ്താവന നടത്തുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. എന്നിട്ടും ഇവരുടെ പ്രസ്താവനയ്ക്ക് ഇത്ര വാല്യൂ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? സത്യാവസ്ഥയൊന്നും എല്ലാവർക്കും മനസ്സിലാവുന്നില്ല ഷിബിലി, അതൊക്കെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം എങ്ങനെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിലും അതുപോലെ തന്നെ ആലപ്പുഴയിലുമൊക്കെ എങ്ങനെയാണ് BJPക്ക് കൂടുതൽ വോട്ട് കിട്ടിയത്? എങ്ങനെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ 2 മുന്നണികൾക്കും വോട്ട് കുറയുമ്പോൾ NDAക്ക് വോട്ട് കൂടിയത് എങ്ങനെയാണ്?
എങ്ങനെയാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ പോലും രണ്ട് മുന്നണികൾക്കും വോട്ട് കുറഞ്ഞപ്പോൾ എങ്ങനെയാണ് അവിടെ 50-ലധികം വോട്ടുകളാണെങ്കിൽ പോലും BJPക്ക് കൂടിയത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ വളരെയധികം വർഗീയമായി വിഭജിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇപ്പോൾ ചില യൂട്യൂബ് ചാനൽസ് ഒക്കെ എടുത്ത് നോക്കിക്കോളൂ. സത്യം അവർക്ക് അറിയേണ്ടതില്ല, പകരം നിങ്ങൾ ഒരു സൈഡ് പറഞ്ഞാൽ മാത്രമേ വിജയിക്കുള്ളൂ. മനസ്സിലായോ? ഇപ്പൊ ഇന്നലെ തന്നെ മുസ്ലിം ഭൂരിപക്ഷം ആകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു വെച്ചു. അതായത് അങ്ങനെ ആകാൻ കഴിയില്ല, അതൊരു നരേറ്റീവാണ് എന്ന് പറഞ്ഞു വെച്ചപ്പോൾ ഇന്നലെ എൻ്റെ വീഡിയോന്റെ താഴെ തന്നെ വന്നേക്കുന്ന ഒരു കമന്റ് ഷിബിലി വായിച്ചു നോക്കിയാൽ അറിയാം. അതായത് ഈയിടെയായിട്ട് മുസ്ലിംസിന്റെ രതീഷ് ചക്രവാണി പേടിക്കുന്നുണ്ട്, കൂടാതെ അവരെ പ്രീണിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാണ് എന്ത് ചെയ്തതെന്ന്. ഞാൻ ആരെ പ്രീണിപ്പിക്കുന്നുണ്ടെന്ന് ഞാൻ അതിന് തൊട്ടു മുമ്പത്തെ വീഡിയോകളിലൊക്കെ തന്നെ സമസ്തയെയും നാസർ ഫൈസി കൂടത്തായെയും അതുപോലെ തന്നെ മുക്കത്തെയും ഒക്കെ തന്നെ വലിയ രൂക്ഷമായി ഞാൻ വിമർശിച്ച ഒരാളാണ്. അതായത് അതിലെ ന്യൂനപക്ഷ തീവ്ര നിലപാടുകളെ, ഈ സ്കൂൾ സമയം മാറ്റാൻ പറ്റില്ല എന്നുള്ള നിലപാടുകളൊക്കെ തന്നെ വിമർശിച്ചതാണ്. ഇത് തീക്കൊള്ളി കൊണ്ട് തലചൊറിയുകയാണെന്നുള്ളത് ഞാൻ ക്രൈമിൽ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഞാൻ തൊട്ടടുത്ത ദിവസം ഒരു സത്യം പറയുമ്പോൾ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു വിഭാഗത്തിൻ്റെ ആക്കി മാറ്റുകയാണ്. അതൊരു തന്ത്രമാണ്. കാരണം നമ്മുടെ മഹാഭൂരിപക്ഷം, ഇനി ഒരു കാര്യം കൂടി പറയാം, ഒരു യൂട്യൂബ് ചാനലിൽ വ്യൂവർഷിപ്പ് ഉണ്ടാവണമെങ്കിൽ എന്തുകൊണ്ടെന്ന് അറിയോ? നമ്മൾ ഏതെങ്കിലും ഒരു സൈഡ് അങ്ങോട്ട് പിടിക്കണം. സൈഡ് പിടിക്കാതെ നിഷ്പക്ഷമായി സത്യസന്ധമായി പറയുന്ന ആളുകൾക്ക് ഇഷ്ടമല്ല. ഇപ്പൊ എൻ്റെ ചാനലിന്റെ, നമ്മുടെ ഈ ചാനലിന്റെ താഴെ തന്നെ വന്ന് ഒരു വീഡിയോന്റെ താഴെ പറഞ്ഞപ്പോൾ നിങ്ങൾ മറ്റേ പാർട്ടിയാണെന്ന് പറഞ്ഞപ്പോൾ അതിന്റെ താഴെ വന്ന് ഒരാൾ എഴുതിയിട്ടുണ്ട്. എനിക്ക് വലിയ സന്തോഷം തോന്നി. അയ്യോ, രതീഷ് ചക്രവാണി, രതീഷ് സാറിന് അങ്ങനെ പാർട്ടിയൊന്നുമില്ല, അദ്ദേഹം സത്യമായി കാര്യം പറയുന്ന ഒരാളാണ്. ഞാൻ എൻ്റെ ബോധ്യത്തിലാണ് പറയണേ. ഏതെങ്കിലും ഒരു വിഭാഗക്കാരന് 100% ശരിയുണ്ടാവുന്നു, 100% സത്യം ശരി അവരുടെ ഒപ്പം ഇരിക്കുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ അങ്ങനെ നമ്മൾ വീഡിയോ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈന്തപ്പഴം കിട്ടും, ക്യാഷ്നട്ടും കിട്ടും, കൂട്ടത്തിൽ ഗൾഫിൽ പ്രോഗ്രാമും കിട്ടും. ഒരു പാർട്ടിക്ക് വേണ്ടി ചെയ്താൽ വേറൊരു പാർട്ടിക്ക് വേണ്ടിയാണെങ്കിൽ നമുക്ക് വലിയ തോതിലുള്ള റീച്ച് കിട്ടും, അതുപോലെ വ്യൂവർഷിപ്പ് കിട്ടും. ഇതൊന്നും വേണ്ടിയല്ല ഷിബിലി. സത്യം അറിയാനുള്ള 50 പേരുണ്ടെങ്കിൽ 50 പേര് വീഡിയോ കേട്ടാൽ മതി. ആത്മാർത്ഥമായി കൃത്യമായി ഒരു കാര്യത്തെക്കുറിച്ച് അനലൈസ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഷിബിലി വെള്ളാപ്പള്ളി ഗണേശന്റെ വാക്കുകൾ എതിർത്ത് തന്നെ എനിക്ക് അഹങ്കാരത്തോടെ പറയാൻ കഴിയും. ഒരു സാറ്റലൈറ്റ് മാധ്യമത്തിൽ പോലും അത്തരത്തിലുള്ള ഒരു ചർച്ച ഷിബിലി കാണാൻ പറ്റില്ല. മനസ്സിലായോ? യഥാർത്ഥത്തിൽ ഇവിടെ മുസ്ലിം ഭൂരിപക്ഷമാകാൻ പോകുന്നു എന്ന് പറയുന്നത് പോലെ ഇന്ത്യയിൽ മുസ്ലിം ഭൂരിപക്ഷമാകാൻ പോകുന്നു. കൂടുതൽ പെറ്റുകൂട്ടുന്നവർ നിങ്ങളുടെ താലിമാല വരെ അവരെന്ത് ചെയ്തുള്ളൂ, എടുത്തുകൊണ്ട് പോകും എന്നാണ് പ്രധാനമന്ത്രി പ്രസംഗിച്ചത്. അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ഭയക്കാതെ നമ്മൾ നിലനിൽക്കുകയാണ്. ഇനി എത്ര കാലം അങ്ങനെ നിൽക്കും എന്നൊന്നും നമുക്കറിയില്ല. ഇന്ന് വരെ അങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതിലൊരു സംശയമില്ല. ഇത് വളരെ കൃത്യമാണ്. ഈ വേടനെയും ഈ പറയുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെയും ഒക്കെ എതിർക്കുന്നത് അവരുടെ പദ്ധതികളെ തകർത്ത അമ്പുകളായിട്ടാണ് അവർക്ക് ഈ രണ്ടുപേരെയും തോന്നുന്നത്. വേടനൊരു വലിയ ഭീഷണിയും കാന്തപുരം താൽക്കാലികമായിട്ടുള്ളൊരു ഭീഷണിയുമായിരുന്നു.